നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വീണയുടെ മിടുക്ക് ഞാൻ സമ്മതിച്ചു തരുന്നു. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ ഹരിയേട്ടനെ കാണാൻ വേണ്ടി സംയുക്ത ഇവിടെ തങ്ങിക്കോട്ടെ എന്ന്? താങ്ക് യു. വീണ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഞാൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വീട്ടിക്കോളാം വീണ. വീണ പ്രതീക്ഷിക്കുന്നതിലും 1000 ഇരട്ടിയായിട്ട്. യക്ഷിയമ്മയുടെ വിഗ്രഹത്തിന് മുന്നിൽ ആദിവാസികൾ പൂജ കഴിഞ്ഞു വെച്ചിരിക്കുന്ന മഞ്ഞളും കുങ്കുമവും കാണാം. അത് ഇഷ്ടപ്പെടുന്ന പുരുഷന്റെ നെറ്റിയിലിട്ടാൽ അയാൾ ആ നിമിഷം മുതൽ നിന്നെ പ്രണയിച്ചു തുടങ്ങുന്നു. എന്നാലും വീണ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല കേട്ടോ. അവര് വന്നു തോന്നുന്നു. വയ്യാതിരുന്നു. അങ്കിൾ അങ്കിൾ എന്ത് പണിയെ കാണിച്ചത്? വീണ ഈ കണ്ടീഷനിലിരിക്കുമ്പോ തനിച്ചിരുത്തുന്നത് ശരിയാണോ? അല്ല മോളെ, ഞങ്ങളെ ഒരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട്. അടുക്കളയിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോ ഞാനൊന്നും വീണു. അയ്യോ, എന്നിട്ട് ഹരിയേട്ടനെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മാഡത്തിൽ നിന്ന് വിളിച്ചു നോക്കിയത്. ഭാഗ്യത്തിന് ഞാൻ ഇവിടെ അടുത്തൊരിടത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഓടിയെത്താൻ പറ്റി. അല്ലായിരുന്നെങ്കിലോ? അല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോ. ഞാൻ വന്നപ്പോ തന്നെ അതാ ചോദിച്ചത്. കുറെ നിർബന്ധിക്കുകയും ചെയ്തു. വീണ ഓക്കെ ആണെന്നാ പറഞ്ഞത്. ക്ഷമിക്കും മോളെ, നിന്നെ തനിച്ചാക്കി പോയത് തെറ്റ് തന്നെയാ. ഇനി അങ്ങനെ സംഭവം ഉണ്ടാകില്ല. സാരില്ലച്ചാ, മാഡം വന്നല്ലോ, എനിക്ക് കൂട്ടിരുന്നല്ലോ. താങ്ക്സ്. അതെന്തിനാ ഹരി താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇതിപ്പോ എനിക്ക് സ്വന്തം വീട് പോലെയല്ലേ. ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ലോ. മാഡം ഇന്നത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂർക്ക് പോവാനിരുന്നതാ. ഫ്ലൈറ്റും മിസ്സായി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ മീറ്റിംഗ്സ് 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. ഒരൊറ്റ പ്രശ്നമുള്ളൂ ഇപ്പോ. തൽക്കാലം ഞാൻ ഇവിടെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണല്ലോ വീണ വിളിച്ചത്. തിരിച്ച് അവിടേക്ക് വിളിച്ചപ്പോ അവിടെയാണെങ്കിൽ റൂമും ഇല്ല. അങ്കിളിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇന്നൊരു രാത്രി വീണയുടെ കൂടെ തങ്ങിക്കോട്ടെ. അതിനെന്താ മോളെ? അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രല്ല അതിപ്പോ ഞങ്ങള് കാരണം സംഭവിച്ച കാര്യല്ലേ. അത് പോരാഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ആവുമ്പോ വല്ല മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. മോൾക്കും അത് സന്തോഷായിരിക്കും. അല്ലടാ ഇത്. ശരി, അമ്മാവന്റെ ഇഷ്ടം. ഹരിക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിച്ച അതിന്റെ മേലെ അവൻ ഒന്നും പറയത്തില്ല. എന്നാ ശരി. കൊടുകൈ പറ
പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വീണയുടെ മിടുക്ക് ഞാൻ സമ്മതിച്ചു തരുന്നു. അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ ഹരിയേട്ടനെ കാണാൻ വേണ്ടി സംയുക്ത ഇവിടെ തങ്ങിക്കോട്ടെ എന്ന്? താങ്ക് യു. വീണ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഞാൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം വീട്ടിക്കോളാം വീണ. വീണ പ്രതീക്ഷിക്കുന്നതിലും 1000 ഇരട്ടിയായിട്ട്. എന്റെ പ്രതീക്ഷകളൊക്കെ ഇപ്പൊ ആകാശത്തോളം ഉയർന്നിരിക്കാം. എല്ലാം മാഡം തന്ന ധൈര്യം. എന്റെ സ്വപ്നങ്ങളും മാഡത്തിന്റെ സ്വപ്നങ്ങളും ഒരുപോലെ നടക്കട്ടെ. അച്ഛാ, ഞങ്ങളിപ്പോ ഇറങ്ങും. നാളെ അവിടെ അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം. ഒരു ചെറിയ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി അച്ഛൻ വരണം. ഞാൻ വരില്ല. അവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. വെറുപ്പ് കുറഞ്ഞില്ല എന്നോട്, അല്ലേ? എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് പണവും സൗകര്യങ്ങളും കുറഞ്ഞാലും ഉള്ള സൗകര്യങ്ങളിൽ രാജാവായി ജീവിക്കുന്ന ഒരാളായിട്ടാ. അച്ഛന്റെ കാര്യത്തില് അതെന്നും നിലനിർത്തണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് അച്ഛൻ ഇത്രയും തെറ്റായാണത് മനസ്സിലാക്കിയതെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിൽ എന്നെ ശപിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ തലയിൽ കൈവച്ച് എന്നെ ശപിച്ചോളൂ. ഏത് നന്മയിലും ഞാൻ ചിന്തിക്കുന്നത് എന്റെ അച്ഛന്റെ പേരാ. എനിക്ക് സന്തോഷം തോന്നുന്ന ഓരോ മുഹൂർത്തത്തിലും ഞാൻ മനസ്സിൽ കാണുന്നത് അച്ഛന്റെ മുഖം. എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന് മനസ്സിലാവും. അച്ഛൻ എന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ മുറിവോടെ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റും. ആ മുറിവ് ഇനി ഒരിക്കലും ഉണങ്ങുകയില്ല. ഞാൻ പോയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.